ആ നടപടി ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. കാരണം എന്നോട് വിശദീകരണം ചോദിച്ചിരുന്നു. ഞാൻ എല്ലാ കാര്യങ്ങളും കാണിച്ച് വിശദീകരണം കൊടുത്തിട്ടുണ്ട്. വിശദീകരണം ഗവൺമെൻറ്റിന് തൃപ്തികരമല്ല. അതിൻ്റെ ഉചിതമായ നടപടി എടുത്തിട്ടുണ്ട്. അതിനകത്തൊരു വിഷയവുമില്ല. തുടർ നടപടികൾ ഞങ്ങൾ കൂടിയാലോചിച്ച് ബന്ധപ്പെട്ടവരുമായിട്ട് ആലോചിച്ച് ചെയ്യും. നമ്മൾ കൊടുത്ത മറുപടി അത് എന്തായിരുന്നു പറയാമോ? അല്ല, അത് അങ്ങനെ വെളിപ്പെടുത്തണ്ടല്ലോ. ഇത് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ എല്ലാം കൊടുത്തിട്ടുണ്ട് ഞാൻ. അല്ല, ഇപ്പം ഇതിനകത്തിപ്പം വരുന്ന ആരോപണങ്ങൾ എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നൊരു തരത്തിലൊരു നടപടിയാണ് ഇതിനകത്ത് വന്നത്. ഒരു കുട്ടി മരിച്ച സംഭവമാണ്, നിസ്സാരമൊന്നുമല്ല. ചെറിയ ശ്രദ്ധക്കുറവും വലിയ ഗുരുതരമായ ഉത്തരവാദിത്തമാണ്, വീഴ്ചയാണ്. അങ്ങനെ ഞാൻ കാണുന്നത്. ഇതിന് ഒരു നടപടിയുടെ ഭാഗമായിട്ട് പറയുന്നത് വെച്ചാൽ ഈ പറയുന്ന പോലെ ഇത് ഇത്രയും ശ്രദ്ധിച്ചില്ല, മാനേജ്മെന്റ് ശ്രദ്ധിച്ചില്ല. ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ഞാൻ മാത്രമല്ല, എനിക്ക് മുമ്പിരുന്നവരും ശ്രദ്ധിക്കണം. അവരാണിത് പണിതത്. മാത്രമല്ല, ഇത് സ്കൂളിൻ്റെ തുടക്കം മുതൽ ഈ ജനകീയ കമ്മിറ്റി വരുന്ന കാലം മുതൽ എന്നേക്കാൾ ഒരുപാട് പ്രമുഖർ മാനേജർമാരായിട്ട് ഇവിടെ ഇരുന്നിട്ടുള്ളതാണ്. അവരുടെ ശ്രദ്ധയിലും വന്നില്ല. ഇതൊക്കെ കുറേ യാഥാർത്ഥ്യങ്ങളാണ്. 40-45 വർഷത്തെ പഴക്കമുണ്ട് ആ ഇലക്ട്രിക് ലൈന്. അപ്പുറത്തുള്ള വീട്ടുകാർക്കും ഗേൾസിലേക്കും കൊടുത്തിരിക്കുന്നത്. ഇടയ്ക്ക് വെച്ചാണ് ഹൈടെക് ലൈൻ ആക്കിയത്. അതിനുശേഷമാണ് അതിൻ്റെ കീഴിൽ ഈ ഷെഡ് പണിതത്. അന്ന് ഞാൻ മാനേജരല്ല. ഞാനന്ന് മാനേജരല്ല. ഈ നടപടി ഒരാളിലേക്ക് അല്ലെങ്കിൽ ഇത് മാനേജ്മെൻറ്റിലേക്ക് മാത്രം ഒതുങ്ങിപ്പോയെന്ന് അങ്ങനെ ആക്ഷേപം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അല്ല, അത് നിങ്ങൾക്ക് തന്നെ പരിശോധിക്കാവുന്നതല്ലേ ഉള്ളൂ. ഉത്തരവാദിത്തപ്പെട്ടവർ കോമ്പീറ്റൻ്റ് അതോറിറ്റീസ് ഉണ്ടല്ലോ. വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരെ എല്ലാ വർഷവും സ്കൂൾ ആരംഭത്തിൽ ഇവിടെ പരിശോധനയ്ക്ക് വരത്തില്ലേ? അവർ വേറെ എന്തോ പരിശോധിക്കുന്നത്? എന്തേ അവരിത് പരിശോധിക്കാൻ ഇത് കാണാഞ്ഞത്? അവരാരെങ്കിലും എഴുതി തന്നിട്ടുണ്ട്? ഇവിടെ പിന്നെ ഈ സ്കൂൾ കെട്ടിടങ്ങൾക്കും സ്കൂൾ നടത്തുന്ന കാര്യത്തിനും ഫിറ്റ്നസ് തരുന്നത് പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരല്ലേ? അവരിവിടെ വന്നിട്ടല്ലേ ഇത് ചെയ്തു തരുന്നത്? അവരോട് ഞങ്ങൾ ഇതൊന്നും നോക്കാതെ തരാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. ആർക്കെങ്കിലും പറയാമോ? അവർ വന്ന് പരിശോധിച്ച് വേണ്ട ക്രമീകരണങ്ങൾ വരുത്താൻ എഴുതി ഒപ്പിട്ട് തന്ന് അവരുടെ പോലും ശ്രദ്ധയെ വന്നില്ലല്ലോ. ഇവിടെ പിന്നെ DCC പ്രസിഡന്റ് ഇവിടെ പ്രക്ഷോഭം നടത്തുന്നല്ലോ. DCC പ്രസിഡന്റ് ഈ സ്കൂളിൻ്റെ അച്ഛന്മാരെന്ന് അന്നേരം ഈ ഹൈടെക് ലൈൻ ഇതിലേ ഉണ്ട്. അദ്ദേഹത്തിന് പ്രതിബദ്ധതയുള്ള ആളാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു വാക്ക് പറഞ്ഞുകൂടെ? അല്ലെങ്കിൽ അദ്ദേഹം പോയതിന് ശേഷവും ഞങ്ങളെ മാനേജ്മെൻറ്റ് വരുമ്പോഴും ഞങ്ങൾക്കൊരു കാര്യം എഴുതി തരാമല്ലോ. തുളസി, ഈ ലൈൻ അപകടമാണ്. എന്തോ അവരൊക്കെ പിന്നെ ഈ നാട്ടിന് വേണ്ടി ശ്രദ്ധിക്കുന്നത്. ഒരു വിഷയം വന്നപ്പോൾ ഇത് ഏറ്റവും വലിയ സംഭവമായി മാറിയില്ലേ? അതിനെ മുന്നിൽ കാണാനൊന്നും ആർക്കും കഴിഞ്ഞില്ലല്ലോ, എനിക്കടക്കം. ഇതിപ്പോൾ നമുക്ക് ഇതിനകത്ത് കുറ്റക്കാരെന്ന് പറയാൻ KSEB ഉണ്ട്, അല്ലെങ്കിൽ പഞ്ചായത്തുണ്ട്, ഫിറ്റ്നസ് സർക്കിൾ പഞ്ചായത്തുണ്ട്, ഒപ്പം സ്കൂളിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ട്. പക്ഷേ ഈ നടപടി ഉണ്ടായപ്പോൾ ഒരു ബലിയാടാക്കി എന്നൊരു തോന്നലാണ്. ബലിയാടാക്കൽ ഒരിക്കലും നീതീകരിക്കാൻ കഴിയില്ല. ഞാൻ അങ്ങനെ പറയുന്നുമില്ല. ഒരുപക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ ഇനി എന്തായിരിക്കും അടുത്തൊരു സ്റ്റെപ്പ്? അത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ. അത് ബന്ധപ്പെട്ടവരുമായിട്ട് കൂടി ആലോചിച്ച് ഉചിതമായ നിയമ നടപടി വേണമെങ്കിൽ ആ നിലയ്ക്ക് പോകും. ഇതുമായിട്ടെല്ലാം ഞങ്ങൾ നന്നായി സഹകരിച്ചു പോകും. ഞങ്ങൾ മനഃപൂർവ്വം ഒരു കുറ്റം ചെയ്തിട്ടില്ലല്ലോ. സ്കൂളിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കുമോ മാനേജ്മെന്റിന്റെ? ഒരിക്കലും ബാധിക്കത്തില്ല. സ്കൂളിൻ്റെ പ്രവർത്തനത്തെ ഒരു തരത്തിലും ബാധിക്കില്ല. ഈ സ്കൂൾ 100% വിജയം നേടുന്ന സ്കൂളാണ്. നല്ല ഈ ചവറ സബ് ജില്ലയിൽ ശ്രദ്ധിക്കപ്പെടുന്ന എണ്ണം ഫുൾ A+ വാങ്ങുന്ന സ്കൂളാണിത്. അക്കാദമിക് നിലവാരത്തിൽ നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് പോകുന്നത്. അതിലൊന്നും ഒരു തർക്കവുമില്ല. ഒരിക്കലും ബാധിക്കത്തില്ല. 1% പോലും സ്കൂളിൻ്റെ പ്രവർത്തനത്തെ ഒന്നും ബാധിക്കില്ല. ഞങ്ങളെ കഴിയുന്ന സഹായങ്ങളും വേണ്ടത് ഞങ്ങൾ ചെയ്തു കൊടുക്കും. അതിലൊന്നും ഒരു തർക്കവുമില്ല. അറിയിപ്പൊന്നും കിട്ടിയിട്ടില്ല. വാർത്തയിൽ നിങ്ങൾ പറഞ്ഞ അറിവേ എനിക്കുള്ളൂ.